എന്താ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ കുഞ്ഞ് ദേവനന്ദയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. എത്ര നാര്യസ്തു പൂജ്യന്തി രമന്തി തത്ര ദേവത. ഇവിടെയൊക്കെ സ്ത്രീകൾ, പെൺകുട്ടികൾ ആദരിക്കപ്പെടുന്നു. അവിടെയൊക്കെ ദേവതമാർ സന്തോഷിക്കുന്നു. പിന്നെ സിനിമാ താരത്തെ വരയ്ക്കാൻ പറഞ്ഞാൽ ഇന്ന് ഉണ്ണി മുകുന്ദന്റെ ജന്മദിനമാണ്, സെപ്റ്റംബർ 22 പക്ഷെ എനിക്ക് ഇന്ന് വരയ്ക്കാൻ തോന്നുന്നത് ആകെ 2-3 ചിത്രമേ ഞാൻ ഇന്ന് വരയ്ക്കുന്നുള്ളൂ. ഇന്ന് വരയ്ക്കാൻ തോന്നുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമായ ഒരു സിനിമാ താരത്തെയാണ്. അദ്ദേഹം നൃത്തവും പഠിത്തത് നൃത്തസന്ധ്യയാണ് അല്ലേ? നൃത്തസന്ധ്യയുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നർത്തകനായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കോഡിലസ് മൈക്കുണ്ടോ? കോഡിലസ് ഉണ്ടോ? ഒറ്റ ബോൾ വെച്ചാൽ അപ്പോ ആരെയായിരിക്കും? നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച 1960 മെയ് മാസം 21 പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനായി ഇടവ മാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായ ദാദാ സാഹേബ് ഫാൽക്കെയുടെ പേരിലുള്ള ഏറ്റവും വലിയ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? മോഹൻലാൽ അല്ലെ? അപ്പൊ ഇന്ന് നൃത്തസന്ധ്യയും കലാസന്ധ്യയുടെ ഉദ്ഘാടനം അങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ശിവഭഗവാനിൽ നിന്ന് തുടങ്ങാം, പിന്നെ മോഹൻലാലിനെ വരച്ചുകൊണ്ട് ദീർഘമായി ഞാനൊന്നും ചെയ്യുന്നില്ല. സാധാരണ ദേവനന്ദയെ കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. കാര്യം ഈ സിനിമയിൽ അഭിനയിച്ചാലുള്ള വേറൊരു ഗുണമുണ്ട്, പെട്ടെന്ന് റെക്കഗ്നേഷൻ കിട്ടും. സിനിമയിൽ ഒരു സംവിധാനം വിചാരിച്ചാൽ ആരെ വേണേലും നടനും നടിയുമാക്കാം. പക്ഷേ നമുക്കൊരു MS സുബ്ബലക്ഷ്മിയോ ചിത്രയോ യേശുദാസിനെയോ ഒക്കുവോ? ഞാനിപ്പോ സംവിധാനമാണ്, ഇവിടെ ഇരിക്കുന്ന ചേച്ചിയോട് പറയാം നാളെ എന്റെ സിനിമയിലുണ്ടെന്ന് പറഞ്ഞാൽ നടനോ നടിയുമായി. പക്ഷെ പാട്ട് പാടാനൊക്കുവോ? പക്ഷെ ദേവനന്ദൻ നന്നായിട്ട് പാട്ടും പാടി. നല്ലൊരു കൈ കൊടുത്തേ. ലോകത്തെ ഏറ്റവും വലിയ കഴിവെന്താന്ന് ചോദിച്ചാൽ അഭിനയമല്ല മോളെ, പാട്ട് പാടുന്നതും പിന്നെന്താണ്, ചിത്രം വരയ്ക്കുന്നതും. ചിത്രം വരയ്ക്കുക ഒരു 70% ഇൻബോൺ ജീനിയസിനല്ലാതെ ഒക്കില്ല. അതുപോലെ പാട്ട് പാടുന്നതും ഒക്കില്ല. ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, യേശുദാസിന്റെ കൂട്ട് പാടാൻ എത്ര കോടി രൂപ കൊടുക്കാമെന്ന് വെച്ചാലും നടക്കുന്ന കാര്യമല്ല അല്ലേ? രാഹുൽ ആർ നായർ ശരിയല്ലേ? ഓക്കെ, രാജേന്ദ്രൻ ചേട്ടനുണ്ട്, അതുപോലെ വിനായകൻ ചേട്ടനുണ്ട്, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഉണ്ണിച്ചേട്ടനുണ്ട്. എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട്